അവസാനം ഒരു കച്ചിത്തരും അതുകൊണ്ട് ഞാൻ പൊട്ടിച്ചേരാം. എന്താ വെച്ചാല് ഉസാമ ബിൻ ലാദൻ അയാൾ സലഫിയാണ്, വളരെ ശക്തമാണ്. ഉസാമ ബിൻ ലാദൻ പോലെ സലഫിയാണ്. എന്നാൽ ഇത് IPHന്റെ ഇസ്ലാമിക് വിജ്ഞാനം പലവട്ടം വായിച്ചു, മിണ്ടുന്നില്ല. ഇവിടെ വലിയ മുഖാമുഖത്ത് നടത്തി, മിണ്ടിയിട്ടില്ല. ഇസ്ലാമിക് വിജ്ഞാനകോശ ഇതിൽ പലരും വായിച്ചു, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. വളരെ വ്യക്തമായി പറയാണ്, ഈ ഉസാമ ബിൻ ലാദൻ അദ്ദേഹം എവിടെയാണ് പ്രവർത്തിച്ചത്? അയാൾ പ്രവർത്തിച്ചത് എവിടെയാ പ്രവർത്തിച്ചത്? മറ്റൊന്നുമല്ല, ഇഖ്വാനുൽ മുസ്ലിമൂൻ. ആ ഇഖ്വാനുൽ മുസ്ലിമൂനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. സെക്കൻഡറി സ്കൂളിലും യൂണിവേഴ്സിറ്റിയിലും പഠിക്കുമ്പോൾ മറ്റു പല സതീർത്ഥരെയും പോലെ ഉസാമയും അൽ ഇഖ്വാൻ മുസ്ലിമൂനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതാണ്. അപ്പൊ ഉസാമ ബിൻ ലാദൻ ഇഖ്വാൻ മുസ്ലിമൂനിൽ പ്രവർത്തിച്ച ആളാണെന്ന്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഉസ്താദുമാരാരാ? ഫലസ്തീനി പണ്ഡിതനായ അബ്ദുള്ള അസ്സാബ്, ഷെയ്ഖ് മുഹമ്മദ് കുത്തുബ് എന്നിവരാണ് ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ അധ്യാപകർ. അപ്പൊ ഉസാമയെ പഠിപ്പിച്ചതാരാ? അബ്ദുള്ള അസ്സാബ്. പിന്നാരാ? മുഹമ്മദ് കുത്തുബ്. എത്ര പേജ ഉസാമയെ കുറിച്ച് എഴുതാൻ ഈ പബ്ലിഷിംഗ് ഇസ്ലാമിക് വിജ്ഞാനകോശം മാറ്റി വെച്ച്. ഇതിന്റെ ഡയറക്ടർ ആരാ? ഷെയ്ഖ് മുഹമ്മദ് കാരഫി. ചീഫ് എഡിറ്റർ ആരാ? CK അബ്ദുള്ള. എന്നിട്ട് അതേ ജമാഅത്തുകാരെ ഉസാമ ബിൻ ലാദൻ സലഫിയാണെന്ന് പറഞ്ഞു. എന്നാ ഉസാമ ബിൻ ലാദൻ ഉസ്താദോ മുഹമ്മദ് കുത്തുബ്. ആ മുഹമ്മദ് കുത്തുബോ ജമാഅത്തെ ഇസ്ലാമി കേരള സമ്മേളനം നടത്തി. ഹിറാ സമ്മേളനം അറിയോ? ഹിറാ സമ്മേളനം 98. ആ 98 വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത ആളാണ് ആര്? കാസിമി കേൾക്കണോ? നിങ്ങൾ എന്റെ കൂടെ ഇല്ലേ? ആര്? മുഹമ്മദ് കുത്തുബ്. ആ മുഹമ്മദ് കുത്തുബ് ഹിറാ സമ്മേളനത്തിൽ വന്നതിന് വല്ല തെളിവുണ്ടോ? ആളെ ചോദിക്കും നമ്മളോട്. ഉണ്ട്. ഹിറാ സമ്മേളനത്തിന് നോട്ടീസാ. ഈ സാധാരണ വ്യക്തി ഇതൊരു കളയിലാണ്. പിന്നെ നമ്മളിങ്ങനെ സമ്മേളനത്തിലേക്ക് നമ്മൾ പരിപാടി എടുക്കുമ്പോൾ ജമാഅത്തുകാർക്ക് ഒരു നോക്കുന്നുണ്ട്, ഒരു നോട്ടീസ് പിടിച്ചു. അതൊക്കെ നമുക്ക് അനുഗ്രഹമാകല. അങ്ങനെ 98 ഇറങ്ങിയ നോട്ടീസ് നമ്മൾ സൂക്ഷിച്ചു വെച്ചിരുത്. അതെങ്ങനെ കിട്ടിയപ്പോ നോക്കുമ്പോൾ നമുക്കത് ഉപകാരപ്പെട്ടു. ഇതിലാരാ? ഇത് 98 ഏപ്രിൽ 18-19 ഇറങ്ങിയ ഹിറാ സമ്മേളനത്തിൽ ഒറിജിനൽ നോട്ടീസ്. ഇതിൽ കാണാം സമാപന സമ്മേളനത്തിൽ മുഖ്യ ഭാഷണം മുഹമ്മദ് കുത്തുബ്. ഉസാമ ബിൻ ലാദന്റെ ഉസ്താദ് കോഴിക്കോട് ഹിറാ സമ്മേളനത്തിൽ പങ്കെടുത്തു. കുരിയാട് വേങ്ങര കുരിയാട് മലപ്പുറം ജില്ല. ഏതാ? നല്ലൊരു ചോദ്യ. ആ ചോദ്യം നിങ്ങൾ റെക്കോർഡ് ചെയ്യണം. ഓക്കെ അത് പറഞ്ഞുതരാം. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതിപ്പോ ഇതിങ്ങനെ ഏങ്ങി വലിച്ചു വാങ്ങും ജമാഅത്തുകാരുടെ സ്വഭാവം. അപ്പൊ എന്ന് വെച്ചാല് അതെന്തുകൊണ്ടെന്ന് വെച്ചാല് സത്യം അംഗീകരിക്കാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഒരു ഹക്ക് അത് നിങ്ങൾ എല്ലാവരും പറയണം, ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ഹക്ക് നമ്മൾ മൂടി വെച്ചാൽ, ബാത്തിൽ നമ്മൾ പേറിയാൽ ഹക്ക് നമ്മെ അടിക്കും. ആ ഹക്ക് അടിച്ചുകൊണ്ട് കടന്നു. അതാണ് വെറുതെ വരില്ല. ഹക്ക് തല്ലിയിട്ട് വരുള്ളൂ. ആ ഇരുട്ടിനെ അടിച്ച് തകർത്തിട്ട് ഹക്ക് കടന്നു വരുള്ളൂ. എന്താ പറഞ്ഞത്? സൗദിയല്ലേ എല്ലാത്തിനും കൊടുക്കുന്നത് എന്നാ കേട്ടോ. സൗദി പിന്തുണ കൊടുക്കുന്നു എന്നതിന്റെ മറുപടി ഇതിൽ തന്നെയുണ്ട്. ഈ വിജ്ഞാനകോശത്തിൽ ഷെയ്ഖ് മുഹമ്മദ് സാഹിബ് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. TK അബ്ദുള്ള സാഹിബ് അദ്ദേഹം ചീഫ് എഡിറ്ററായി പുസ്തകത്തിലുണ്ട് കേട്ടോ. 1994 ലോകം ഉസാമയെ കുറിച്ച് വ്യാപകമായി കേൾക്കണം. എപ്പോഴാ? വേൾഡ് ട്രേഡ് സെന്റർ തകർന്നതിലാണ് ഉസാമ ചർച്ച ചെയ്തത്. അതിനും എത്രയോ കൊല്ലം മുമ്പ് 1994 സൗദി ഭരണകൂടം ഇബ്നുൽ ലാദന്റെ പൗരത്വം പിൻവലിക്കുകയും അദ്ദേഹത്തിന്റെ സ്വത്തുകൾ കുറച്ചു മുമ്പ് മരവിപ്പിച്ചവരും പരസ്യപ്പെടുത്തുകയും ചെയ്തു. സൗദി മേൽവിലാസം തനിക്ക് ആവശ്യമില്ലെന്ന് അദ്ദേഹം തിരിച്ചടിച്ചു. എനിക്ക് പൗരത്വം ഇല്ലെങ്കിൽ പോയി കൊടുക്കണം, അങ്ങനെ തിരിച്ചടിച്ചു. തുടർന്ന് മറ്റു പല സൗദി പണ്ഡിതന്മാരെയും പ്രവർത്തകരെയും ചേർത്ത് അഡ്വൈസ് ആൻഡ് റിഫോം കമ്മിറ്റി ARC എന്ന ഒരു രാഷ്ട്രീയ ഗ്രൂപ്പ് ഉണ്ടാക്കി. അവർ പ്രസിദ്ധപ്പെടുത്തിയ 17 വിജ്ഞാപനങ്ങൾ സൗദി ഭരണകൂടത്തെ നിശിതമായി വിമർശിക്കുന്നവയാണ്. ആര്? ഉസാമ ബിൻ ലാദനെ ഇറക്കിയ 17 വിജ്ഞാപനങ്ങൾ സൗദി ഭരണകൂടത്തെ പരസ്യമായി വിമർശിക്കുന്നവയാണ് കേട്ടോ. അപ്പോ സൗദിയുമായി ഉസാമയെ ബന്ധപ്പെടുത്തി രക്ഷപ്പെടാൻ കഴിയില്ല. നിങ്ങൾ തന്നെ സൗദി ഈ പ്രശ്നമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ 94
ഉസാമയെ ലോകം കേൾക്കുന്നതിന് മുമ്പ് പൗരത്വം വിവരിച്ചാണ്. അപ്പൊ വളരെ വ്യക്തമാണ്, ഇത്രയും തികഞ്ഞ യാഥാർത്ഥ്യം പച്ച മലയാളത്തിൽ എഴുതി വെച്ചിട്ടാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ നമ്മെ ഭീഷണിപ്പെടുത്തുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എനിക്ക് കൂടുതൽ സംസാരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ വളരെ കുറച്ചാണ് സംസാരിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല വന്ന്